ഷൊർണൂർ അൽ അമീൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷനിൽ ഇടപെട്ട് സംസ്ഥാന യുവജന കമ്മീഷൻ നടപടി നേരിട്ട വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്തു. കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തി. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത 4 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. അജിത് ബാബുവിലേക്ക് ഒരിക്കൽ കൂടി. അജിത്ത്, എന്തൊക്കെയാണ് യുവജന കമ്മീഷന്റെ ഇടപെടൽ? ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സമരമാണ് കോളേജിൽ ഉയർന്നു വന്നത്. അതായത് കോളേജ് തുറന്ന സമയത്ത് ഹോസ്റ്റലിന്റെ ഫീസ് ആലോചനയില്ലാതെ കൂട്ടിയെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് പോയത്. ഇതിന്റെ പിന്നാലെ 4 പേരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കോളേജ് വൈസ് പ്രിൻസിപ്പലിന്റെ റൂമിലെത്തിയ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഉൾപ്പെടെ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. അങ്ങനെ ആ പശ്ചാത്തലം ഉൾപ്പെടെ നിലനിന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഇടപെടൽ ഉണ്ടാകുന്നത്. യുവജന കമ്മീഷൻ കോളേജിലെത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് ഈ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം. വിദ്യാർത്ഥികൾ പറഞ്ഞ ഈ ഫീസ് വർധനവ് ഉൾപ്പെടെ നേരത്തെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ്. അതുകൊണ്ട് അതിൽ അവരെ തിരിച്ചെടുക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ഇതൊരു തീരുമാനമായില്ലെങ്കിലായിരിക്കും തുടർ നടപടികളുമായി പോകുക എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് യുവജന കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശരി, വ്യക്തമാണ്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.